ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് 34 വീക്സ് കംപ്ലീറ്റ് ആയി. അപ്പം ഇന്നലെ എൻ്റെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഡോക്ടറിൻ്റെ ലാസ്റ്റ് ചെക്കപ്പ് പോയപ്പോൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ത്രൂ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകുകയാണ്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജനയുടെ ഫേസ് വാഷാണ്, ഓയിൽ ഫ്രീ ഫേസ് വാഷ്. എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇത് അധികം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഫേസ് വാഷ് എൻ്റെ സ്കിന്നിനോട് നല്ല സ്യൂട്ടാവുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ നല്ലൊരു മസാജിങ് ഒക്കെ കൊടുത്ത് രാവിലെ തന്നെ ഞാൻ നല്ലൊരു മസാജിങ്ങും ക്ലൻസിങ്ങും ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഈ ഫേസ് വാഷ് ആഡ് ചെയ്യുന്നത്, ഈ ഫേസ് വാഷ് എന്നല്ല, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഫേസ് വാഷ് ഇട്ട് ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ഫേസ് വാഷ് ഇട്ട് ക്ലൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുഖം ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തു. ഒരു ഫേസ് ടവലിട്ട് ഞാൻ കഴിവതും സോഫ്റ്റ് ടവൽസാണ് ഫേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. തല തോർത്തൊന്നിട്ട് മുഖമൊന്നും ചെയ്യാതിരിക്കുക. കാരണം തലയിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് സ്കിന്നിൽ പറ്റും. അതുകൊണ്ടാണ് ഇതിന് സ്പെഷ്യലായിട്ടൊരു ടവൽ മാറ്റി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ, സെറ്റാപ്പിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഇടുക. നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ആകാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഡ്രൈനെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ ഫേസ് വാഷ് ഇട്ടാലും അത് ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയൊക്കെ കുടിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് വെളിയിൽ വന്ന് സിറ്റ് ഔട്ടിലിരുന്നാണ് കോഫിയൊക്കെ കുടിക്കുന്നത്, കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടി, ചെടികളൊക്കെ നോക്കാനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുകയാണ്. ചെടികളൊക്കെ എങ്ങനെയുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി. ചെടി നടുക, ചെടി നോക്കുക, അങ്ങനെ ചെടി നനയ്ക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ഹോബി. അപ്പോഴേക്കും കൂട്ടി കിടന്ന ഒരാൾ ബഹളം വെച്ച് തുടങ്ങിയപ്പോൾ അവളെ ഇങ്ങനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവളിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയോ അവർക്കിങ്ങനെ തൊടാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തലോടി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവളെൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവൾക്കൊരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഒരു വാമപ്പ് പോലെ നമ്മുടെ പുറകെ നടന്ന് ഇങ്ങനെ കുഞ്ഞ് കളിക്കും. അങ്ങനെ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കുഞ്ഞുകളിയൊക്കെ രാവിലെ ഉള്ളൊരു റൊട്ടീനാണ് അവളുടെ ഇതെല്ലാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു തന്ന എക്സസൈസ്, ഇത് ബട്ടർഫ്ലൈ പോസാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരിക്കലും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങളാരും ഇത് ചെയ്യാതിരിക്കുക. അവരവരുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അവരവരുടെ ഹെൽത്ത് അനുസരിച്ച്, അല്ല അവരവരുടെ പ്രഗ്നൻസി സ്റ്റേറ്റസ് അനുസരിച്ച് മാത്രം ചെയ്യുക. എന്നോടിത് ചെയ്തോളാം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഹാഫ് സ്ക്വാട്ടിങ് അതേപോലെ തന്നെ ഡക്ക് വോക്ക്, ഇതൊക്കെ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു എക്സസൈസ് തന്നെ മാക്സിമം 2 മിനിറ്റ്സ് നമ്മളുടെ ഹെൽത്ത് അനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാനൊരു 2 മിനിറ്റ്സാണ് ഓരോന്നും ചെയ്യാറ്. ഇത് ഫുൾ സ്ക്വാട്ടിംഗ് ആണ്, അത് സപ്പോർട്ടിങ്ങോടുകൂടിയാണ് ചെയ്യുന്നത്. ചേട്ടൻ്റെ സപ്പോർട്ടിങ്ങോടുകൂടിയാണ് അത് ചെയ്യുന്നത്. കഴിവതും നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം എല്ലാ എക്സസൈസും ചെയ്യുക. അല്ലാതെ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരിക്കലും ഒരു പ്രഗ്നൻറ്റ് ലേഡീസും ചെയ്യാതിരിക്കുക. അവരവരുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക. കാരണം ഓരോ പ്രഗ്നൻസി ലേഡിക്കും ഹെൽത്ത് കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ല പ്രഗ്നൻസി സ്റ്റേജസ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ പിന്നെ ഇത് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുകയാണ്. അപ്പം ഇത് ദിവസവും എൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടീനാണ്. ഇപ്പം 8 മന്ത്സ് തുടങ്ങിയ പിന്നെ ഉള്ള എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡെയിലി ചെയ്തു വരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും കടലക്കറിയാണ്, പിന്നെ ഒരു ഗ്ലാസ് ചായ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറിലൊക്കെ പോയിരിക്കുകയാണ്. ജസ്റ്റ് വെറുതെ അപ്പോഴേക്കും ഒരു 10-10:30 സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ജാതിച്ചോറിൽ തണലിൽ ചെന്നിരിക്കാൻ നല്ല സുഖമാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.